അതിശയിപ്പിക്കുന്ന ചില നേട്ടങ്ങൾ, മൂക്കത്തു വിരൽ വെച്ച് അമ്പമ്പോ എന്ന അത്ഭുതം കൂറുന്ന ചില ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ, വേദനിപ്പിക്കുന്ന ഉള്ളു പൊള്ളിക്കുന്ന വാർത്തകൾ. നോക്കൂ, എത്ര വൈവിധ്യം നിറഞ്ഞതാണ് ഈ പ്രപഞ്ചത്തിലെ അറിവിൻ്റെ എല്ലാ ആലയങ്ങളും. ഈ ഭൂമിയിലെ അറിവുകൾക്ക് നാടകത്തേക്കാൾ നാടകീയതയുണ്ട്. അതിശയിപ്പിക്കുന്ന കാഴ്ചകളുടെ സൗന്ദര്യമുണ്ട്. അറിവ് ഒരു അത്ഭുത ദ്വീപാണ്. സ്വാഗതം അറിവിൻ്റെ അത്ഭുത ദ്വീപിലേക്ക്. പതിനേഴാം നൂറ്റാണ്ടിലാണ്, 1600കളുടെ പകുതിയിൽ, യമനിലെ മോച്ച തുറമുഖത്ത് നിന്ന് ഇന്ത്യയിലേക്ക് സഞ്ചരിക്കുന്ന കപ്പലിൽ ഒരു യാത്രക്കാരൻ, സമൃദ്ധമായ താടിരോമങ്ങളുള്ള, കുലീനത്വം നിറഞ്ഞു നിൽക്കുന്ന മുഖഭാവങ്ങളുള്ള, തീക്ഷ്ണമായ നാളയിലേക്ക് ഉറ്റുനോക്കുന്ന കണ്ണുകളുള്ള ഒരു മനുഷ്യൻ. സഞ്ചാരികളുടെയൊക്കെ ശ്രദ്ധയിൽ അങ്ങേയറ്റത്തെ ബഹുമാനം ജനിപ്പിക്കുന്ന ഭാവഹാവാദികളുള്ള ആദരണീയമായ ഒരു വ്യക്തിത്വം. സഞ്ചരിച്ച ആ യാത്രക്കാരൻ്റെ പേര് ബാബ ബുഡാൻ എന്നായിരുന്നു. അദ്ദേഹം ഒരു സൂഫി സന്യാസിയായിരുന്നു. ഇസ്ലാമിക വിശ്വാസികളായ മനുഷ്യർക്കൊക്കെയും അങ്ങേയറ്റം സമാദരണീയനായ ഒരു ചിന്തകൻ കൂടിയായിരുന്നു. മക്കത്ത് ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുവാൻ പോയി മടങ്ങി വരുന്ന വരവാണ്. യമനിലെ മോച്ച തുറമുഖത്ത് നിന്ന് കപ്പലിൽ അദ്ദേഹം സഞ്ചരിച്ചെത്തേണ്ടത് ദക്ഷിണേന്ത്യയിലേക്കാണ്. 17ാം നൂറ്റാണ്ടിലെ യമൻ എന്ന രാജ്യം വ്യത്യസ്തങ്ങളായ മേഖലകളിൽ കരുത്തു തെളിയിച്ചുകൊണ്ടേയിരുന്നു. പ്രത്യേകിച്ച് ഒരു കാർഷിക വിളയുടെ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിനും അത് കയറ്റുമതി ചെയ്യുന്നതിനും അവകാശമുള്ള ഈ ലോകത്തിലെ ഒരേ ഒരു രാജ്യമായി തന്നെ അത് നിലകൊണ്ടിരുന്നു. മക്കത്ത് പോയി മടങ്ങുന്നതിനിടയിൽ ബാബ ബുഡാന് ലഭിച്ചത് വിലമതിക്കാനാകാത്ത 7 വിത്തുകളാണ്. ആ വിത്തുകളാകട്ടെ റോസ്റ്റഡോ പാചകം ചെയ്യാനോ ആഹാരയോഗ്യമായതോ ഒന്നുമല്ല, മറിച്ച് തീർത്തും ഉൽപാദനക്ഷമതയുള്ള, ഫെർട്ടിലിറ്റിയുള്ള 7 വിത്തുകൾ. അന്നത്തെ കാലത്ത് ആ വിത്തുകൾ മറ്റൊരു രാജ്യത്തിലേക്ക് കടത്താൻ ഒരാൾ ശ്രമിച്ചാൽ ഒരൊറ്റ ശിക്ഷയേ ഉണ്ടായിരുന്നുള്ളൂ, മരണം. ക്യാപിറ്റൽ പണിഷ്മെൻ്റ് അല്ലെങ്കിൽ വധശിക്ഷ ലഭ്യമാകുന്ന കുറ്റകൃത്യമാണ് ആ പ്രത്യേക വിത്തുകൾ യമനിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നത് പോലും. എന്നാൽ ആ വിത്തുകളിൽ കണ്ണു നട്ട ബാബ ബുഡാൻ എന്ന മനുഷ്യന് ഈ വിത്തുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു വലിയ വിസ്തൃതമായ ആകാശത്തിനെ കിനാവിൽ തെളിഞ്ഞു കാണാൻ കഴിയും. അദ്ദേഹം 7 വിത്തുകൾ, 7 നാളെയുടെ ചരിത്രം മാറ്റിക്കുറിക്കുവാൻ പാകത്തിലുള്ള വിത്തുകൾ തൻ്റെ സമൃദ്ധമായ താടിയിൽ ഒളിപ്പിച്ച് യമനിലെ മോച്ച തുറമുഖത്ത് നിന്ന് കപ്പലിൽ കടത്തി ഇന്ത്യയിലേക്ക് എത്തിച്ചു. കർണാടകത്തിലെ ചിക്കമഗ്ലൂരിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രഗിരി എന്ന വലിയ മലയുടെ താഴ്വരകളിൽ 7 ഇടത്തായി അദ്ദേഹം ആ വിത്തുകൾ പാകി. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ പ്രഭാതങ്ങൾ ആരംഭിക്കുന്നത് സത്യത്തിൽ ആ വിത്തുപാകലിലാണ്. താടിരോമങ്ങൾക്കിടയിൽ ഭദ്രമായി ഒളിപ്പിച്ച് യമനിൽ നിന്നും നിർഭയമായി കടത്തിക്കൊണ്ടുവന്ന വധശിക്ഷയെ പോലും അവഗണിച്ച് കടത്തിക്കൊണ്ടുവന്ന ആ 7 വിത്തുകൾ ചന്ദ്രഗിരിയിൽ വളരുകയും ആ വിത്തുകളിൽ നിന്ന് ഫലമുണ്ടാവുകയും ചെയ്തപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കാർഷിക വിള ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ഇന്ന് സഞ്ചാരികളുടെ പറുദീസയാണ് ആ പ്രദേശം. സഞ്ചാരികളുടെ മാത്രമല്ല കേട്ടോ, ഇസ്ലാം മതവിശ്വാസികളുടെയും ഹൈന്ദവരുടെയും ആരാധനാലയങ്ങൾ, ഷ്രൈൻസ് കൂടിയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണത്. ചിക്കമഗ്ലൂരിന് അരികെയുള്ള ആ മലയുടെ സാനുക്കൾ ഭാരതത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ, ഏറ്റവും ചേതോഹരമായ, മഞ്ഞ് മണ്ണിനെ തൊടുന്ന മനോഹരമായ ഒരു പ്രകൃതി ഭാഗം കൂടിയാണ്. ചന്ദ്രഗിരി ഹിൽസിൽ അദ്ദേഹം നട്ട 7 വിത്തുകൾ ഏത് എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതല്ലേ? ആ വിത്ത് മുളച്ചു, ഇടിവെട്ടി, മുളപൊട്ടി, ഇലനീട്ടി, വെയിൽ മോന്തി ആ വിത്തിൽ നിന്നുമുണ്ടായ വൃക്ഷം, ആ വിത്തിൽ നിന്നുണ്ടായ ചെറുമരം ഒരു നാടിൻ്റെ മുഴുവൻ പ്രഭാതമായി മാറി എന്ന് ഞാൻ പറഞ്ഞല്ലോ. നല്ല കാപ്പി. ചന്ദ്രഗിരി ഹിൽസിന് ഇന്ന് പേര് ബാബ ബുദാൻ ഗിരി, ബാബ ബുദാൻ ഹിൽസ് എന്നാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 7 കാപ്പിച്ചെടികൾ ഉണർന്ന കഥയാണ്
പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത്. താടിയിൽ ഒളിപ്പിച്ച 7 വിത്തുകളിൽ നിന്നാണ് നമ്മളെല്ലാം കുടിക്കുന്ന ഇന്ത്യയിലെ കോഫിയിലേക്ക് ആരംഭമുണ്ടാകുന്നത്. ഒരു നാടിൻ്റെ ചരിത്രത്തിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാകുന്നതിന് പിന്നിൽ ഒരു അപഹരണത്തിൻ്റെ കഥയുണ്ട്. മോഷണം നമുക്കാർക്കും കേൾക്കാനത്ര പ്രിയപ്പെട്ടതല്ല. പക്ഷേ ബാബാ ബുദാൻ അങ്ങയുടെ സമൃദ്ധമായ താടിരോമങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നത്, കടത്തപ്പെട്ടത്, അപഹരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടെത്തിക്കപ്പെട്ടത് ഞങ്ങളുടെയൊക്കെ പ്രഭാതങ്ങളുടെ ആരംഭം കൂടിയാണല്ലോ. കാണണം, പോകണം ബാബാ ബുഡാൻ ഹിൽസിൽ. ഒരു നാട് അവരുടെ പുലരിയിലെ ഉണർവിന് പാനീയമാക്കുന്നതിൻ്റെ ആരംഭം കുറിച്ച ആ ചരിത്രത്തിനെ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ അറിയേണ്ടത്. ചന്ദ്രഗിരി മലയുടെ താഴെ വളർന്ന് പടർന്നു കിടക്കുന്ന കാപ്പിത്തോട്ടങ്ങളാകട്ടെ ഈ ദിവസത്തെ അറിവിൻ്റെ അത്ഭുത ദ്വീപിൻ്റെ ആരംഭം. മലയാളി മനസ്സിന്റെ ദൃശ്യോത്സവം.